ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വാഷിംഗ് ലിക്വിഡിൻ്റെ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഈ ഒരു സ്റ്റിക്കർ അങ്ങോട്ട് കീറിക്കളയാം. അപ്പോൾ സാധാരണ നമ്മൾ ഇതുപോലുള്ള വർക്കിലൊക്കെ സ്റ്റിക്കർ പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ കുറച്ച് പണി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതിങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് പൊടിഞ്ഞു പോരുമായിരുന്നു. അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കണം. ഞാനിവിടെ വൈറ്റ് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു ഭാഗം ഞാനിങ്ങോട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല കത്തി ചൂടാക്കിയിട്ടോ അതല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തി വെച്ചിട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഞാനിവിടെ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഇത് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബ്രഷിൻ്റെ അടയാളം ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് ഞാൻ ബ്രഷ് മാറ്റിയിട്ട് സ്പോഞ്ച് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സിമ്പിളായിട്ടുള്ള ഐഡിയ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും കുറച്ചധികം പണി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റിക്കർ റിമൂവ് ചെയ്യുന്ന സമയത്തും പിന്നെ ഈ ഒരു പെയിൻറ്റ് ചെയ്യുന്ന സമയത്തും കുറച്ച് പണിയെടുത്തിട്ടുണ്ടായിരുന്നു. ആകെ 2-3 സ്റ്റെപ്പ് ഇതിൽ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും ഞാൻ വിചാരിച്ച ആ ഒരു റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെ സ്പോഞ്ച് കൊണ്ടും ബ്രഷ് കൊണ്ടൊക്കെ മാറി മാറി പെയിൻറ്റ് ചെയ്തിട്ട് 3 കോട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഞാൻ വിചാരിച്ച ആ ഒരു ഫിനിഷിങ്ങിലേക്ക് എത്തിയത്. ഓരോ കോട്ടും പെയിൻറ്റ് ചെയ്ത് ഉണക്കിയെടുത്ത ശേഷം അടുത്ത കോട്ട് കൊടുത്ത് വീണ്ടും ഉണക്കിയെടുത്ത ശേഷം വീണ്ടും അടുത്ത കോട്ട് കൊടുത്ത് അങ്ങനെയാണ് കേട്ടോ നല്ലൊരു ഫിനിഷിങ്ങിലേക്ക് എത്തിയത്. അങ്ങനെ അത് അവസാനമായിട്ട് 3ാമത്തെ കോട്ടാണ് കേട്ടോ ഇപ്പോൾ കൊടുക്കുന്നത്. അങ്ങനെ 3ാമത്തെ കോട്ടും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഒരു കോട്ട് കൂടെ കൊടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ പെയിൻറ്റ് തീർന്നുപോയി. ഇനി ഇതിൻ്റെ ഈ ഒരു അറ്റത്തായിട്ട് കുറച്ച് ഫെവിഗോൾ ഇതുപോലെ ഇങ്ങനെ ഓരോ ഡോട്ട്സ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ ഗോൾഡൻ കളറിലുള്ള ഹാഫ് ബീഡ്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഹാഫ് ബീഡ്സ് തന്നെ വേണമെന്നില്ല കേട്ടോ. സാധാരണ നമ്മുടെ മാലയുടെ മുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിച്ചു കൊടുത്താലും മതി. ഈ ഒരു വൈറ്റ് കളറിലേക്ക് ഈ ഒരു ഗോൾഡൻ കളർ വരുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും. ഇത് വേണമെന്നുണ്ടെങ്കിൽ 2 ലെയറോ 3 ലെയറൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരൊറ്റ ലെയറായിട്ടാണ് കൊടുക്കുന്നത്. ഇനി ബീഡ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഗോൾഡൻ കളറിലുള്ള ലേസൊക്കെ ആണെങ്കിലും അത് ഒട്ടിച്ചു കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഗോൾഡൻ കളറിലുള്ള പെയിൻറ്റ് വെച്ചിട്ട് അതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട്സുകൾ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇതിങ്ങനെ ചെയ്യുന്ന സമയത്താണ് ഓരോ ഐഡിയകൾ തോന്നുന്നത്. എന്തായാലും ഞാനിവിടെ ഒറ്റ ലെയർ ഗോൾഡൻ കളറിലുള്ള ഹാഫ് ബീഡ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലവർ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ കുറേ ആയി ഞാൻ വൈറ്റ് കളറിലുള്ള ഫ്ലവർ വേസുകൾ വാങ്ങിക്കണമെന്ന് വിചാരിച്ച് ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്യാൻ നോക്കിയിട്ട് മീഷോയിലൊക്കെ വൈറ്റ് കളറിലുള്ള ഒരുപാട് ഫ്ലവർ വേസ് നല്ല വില കുറവിൽ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ സെറാമിക്കിൻ്റെതായിരുന്നു. അത് വാങ്ങിച്ചിട്ട് നമ്മൾ ഈ ഒരു ഗ്ലാസിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമ്മുടെ കൈ തട്ടിയിട്ട് അതൊന്ന് മറിഞ്ഞു വീണാൽ ഗ്ലാസ്സിനൊക്കെ സ്ക്രാച്ച് വീഴുമെന്നൊക്കെ കരുതിയിട്ട് ഞാനത് വാങ്ങിക്കാതെ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതാണെങ്കിൽ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വാഷിംഗ് ലിക്വിഡിൻ്റെ ബോട്ടിലാണെന്ന് അറിയുന്നൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.